ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ടോട്ടൽ 25 വാക്യങ്ങളാണുള്ളത്. 2 സബ് ഹെഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ സബ് ഹെഡിങ് ആണ് കാനായിലെ വിവാഹ വിരുന്ന്. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു സബ് ഹെഡിങ്ങിന് കീഴിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഒന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. 3-ാം ദിവസം യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചിട്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റിലൂടെ മാമോദീസ ജ്ഞാനസ്നാനം സ്വീകരിച്ച് യേശു തൻ്റെ ആദ്യ ശിഷ്യന്മാരെയൊക്കെ കണ്ടുപിടിച്ച് തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചതിൻ്റെ 3-ാമത്തെ ദിവസമാണ് യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതിന് യേശു തിരഞ്ഞെടുത്ത സ്ഥലം ഏതാണ്? ഗലീലയിലെ കാനായി. കാനായി എന്ന് പറയുന്ന സ്ഥലമാണ് യേശു തിരഞ്ഞെടുത്തത്. കാനായി എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, ഒരു പ്രത്യേകതകളും ഇല്ലാത്ത ഒരു കുഗ്രാമമായിരുന്നു ആക്ച്വലി. സാധാരണയായിട്ടുള്ള ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു വലിയ സമൂഹം ഉള്ള ഒരു സ്ഥലമായിരുന്നു ആക്ച്വലി ഈ ഗലീലയിലെ കാനായി എന്ന് പറയുന്നത്. അവിടെ യേശു ഈ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് ഒരു വിവാഹ വിരുന്ന് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന് ഒട്ടനവധി സന്ദർഭങ്ങളുണ്ടായിരുന്നു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട്. യേശുവിന് വേണമെങ്കിൽ ഒരു ദേവാലയം തിരഞ്ഞെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ യഹൂദന്മാരുടെ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മതപണ്ഡിതന്മാരൊക്കെ ഉള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ യേശു അവിടെ തിരഞ്ഞെടുത്ത സ്ഥലം വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫാമിലി സെലിബ്രേഷൻ നടക്കുന്നൊരു സ്ഥലമാണ് യേശു തിരഞ്ഞെടുക്കുന്നത്. ഒരു വിവാഹ വിരുന്നാണ് യേശു തിരഞ്ഞെടുക്കുന്ന സ്ഥലം. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വിവാഹത്തിന് യേശു കൊടുത്ത വിശുദ്ധി എന്തായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങൾക്ക് യേശു കൊടുത്ത ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇവിടെ മനുഷ്യബന്ധങ്ങളുടെ ഫൗണ്ടേഷൻ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലം കാനായിൽ ഒരു വിവാഹ വിരുന്നായിരുന്നു. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ യോഹന്നാൻ സുവിശേഷകൻ്റെ സുവിശേഷത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്നത് മാതാവിനെ പേരെടുത്തൊന്നും പറയുന്നില്ല, മറിച്ച് മാതാവിനെ എപ്പോഴും പറയുന്നത് യേശുവിൻ്റെ അമ്മ, അവൻ്റെ അമ്മ, ഇങ്ങനെയൊക്കെയാണ് മാതാവിനെ എപ്പോഴും നോട്ട് ചെയ്യുന്നത്. ആര്? യോഹന്നാൻ സുവിശേഷകൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം യേശുവിൻ്റെ കൂടെ നടന്നുകൊണ്ട് യേശുവിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി യേശുവിൻ്റെ അമ്മയെ തൻ്റെ അമ്മയായിട്ട് സ്വീകരിച്ചൊരു വ്യക്തിയാണ് ആര്? യോഹന്നാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ യോഹന്നാൻ യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് പറയുന്നില്ല, മറിച്ച് യേശുവിൻ്റെ അമ്മ, അവൻ്റെ അമ്മ എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കാൻ പോവാണ്. അവിടെ യോഹന്നാൻ സുവിശേഷകൻ ഏറ്റവും ആദ്യം എടുത്തു പറയുന്നത് യേശുവിനെയോ യേശു ആദ്യമായി തിരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാരെയോ ഒന്നുമല്ല, മറിച്ച് യേശുവിൻ്റെ അമ്മയ്ക്കുള്ള പ്രാധാന്യമാണ് ആദ്യം ആര് കൊടുക്കുന്നത്? യോഹന്നാൻ സുവിശേഷകൻ കൊടുക്കുന്നത്. യേശുവിനെക്കുറിച്ചോ ശിഷ്യന്മാരെക്കുറിച്ചോ ഒക്കെ മെൻഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ സുവിശേഷകൻ മെൻഷൻ ചെയ്യുന്നത് ആരെക്കുറിച്ചിട്ടാണ്? യേശുവിൻ്റെ അമ്മയെക്കുറിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ ഭൂമിയിലെ ദൗത്യം ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ഏറ്റവും നല്ല കാഴ്ചപ്പാടുണ്ടാകുകയും വെളിപാട് കിട്ടുകയും ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് യേശുവിൻ്റെ അമ്മ തന്നെയായിരുന്നു. ഇതാണ് ഒന്നാമത്തെ വാക്യം പറയുന്നത്. രണ്ടാമത്തെ വാക്യം നോക്കിയാൽ രണ്ടാമതായിട്ടാണ് അതേപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും ആ ഒരു ഇമ്പോർട്ടൻസ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഓൾറെഡി യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ വിവാഹം നടക്കുന്ന വീട്ടുകാർക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളായിരുന്നു ആര്? മാതാവെന്ന് പറയുന്നത്. ആൻഡ് അവിടേക്ക് ആരെയൊക്കെയാണ് ക്ഷണിക്കപ്പെട്ടത്? യേശുവിനെയും യേശു പുതിയതായിട്ട് തിരഞ്ഞെടുത്ത 4 ശിഷ്യന്മാരില്ലേ, യേശുവിൻ്റെ ആ ഒരു മിനിസ്ട്രിയുടെ സ്റ്റാർട്ടിങ് ആരൊക്കെയായിരുന്നു? ആ 4 പേര്: പത്രോസ്, അന്ത്രയോസ്, പീലിപ്പോസ്, നഥാനിയേൽ, അല്ലേ? ഇവരെ 4 പേരെയും യേശു കൂടെ കൊണ്ടുപോവാണ്. യേശു എന്ത് ചെയ്യാണ്? യേശുവിനെ ഇവരെയും കൂടി ആ വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്താണ്? യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ച് തൻ്റെ ഒന്നിച്ചുള്ള ദൗത്യം ആരംഭിച്ചതിൽ നിന്നുള്ള ആദ്യത്തെ യാത്ര, അല്ലെങ്കിൽ ആദ്യമായിട്ട് ക്ഷണിക്കപ്പെട്ടൊരു സ്ഥലം, അതാണ് ആക്ച്വലി ഈ ഒരു വിവാഹ വിരുന്ന് എന്ന് പറയുന്നത്. യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും ആ ഒരു ഷെയറിങ് ജേർണിയുടെ ഒരു ബിഗിനിങ് പോയിന്റ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു വിവാഹ വിരുന്നാണ്. ഇതാണ് രണ്ടാമത്തെ വാക്യം പറയുന്നത്. മൂന്നാമത്തെ വാക്യം, അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു,
അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ അവിടെ വീഞ്ഞ് തീർന്നു പോയി. യഹൂദന്മാരുടെ ആ ഒരു കൾച്ചർ വെച്ചിട്ട് അവരൊരു വിവാഹം ഒരു ആഴ്ച നീണ്ട ആഘോഷങ്ങളായിരിക്കും. അവരുടെ വിവാഹ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഒരാഴ്ചയ്ക്ക് മേൽ നീണ്ടു പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് വീഞ്ഞാണ്. ഓക്കെ, വീഞ്ഞ് വിളമ്പുന്നതിലാണ് അവരുടെ സ്റ്റാറ്റസ് ഇരിക്കുന്നത്. ആ ഹോസ്റ്റ് ചെയ്യുന്ന വീട്ടുകാരുടെ സ്റ്റാറ്റസ് ഇരിക്കുന്നത് വിളമ്പുന്ന വീഞ്ഞിലാണ്. അപ്പോൾ വീഞ്ഞ് തീർന്നു പോകുക എന്ന് പറയുന്നത് യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള വലിയൊരു വിനാശമാണ് ആ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. വലിയൊരു നാണക്കേടാണ് ആ കുടുംബത്തിന് സംഭവിക്കുന്നത് വീഞ്ഞ് തീരുന്നത് വഴി. അപ്പോൾ ആ കുടുംബം വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു. അവിടെ ആദ്യം ഇടപെടുന്നത് ആരാ? മനുഷ്യന്മാർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ ദൈവം പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഇടപെടുന്നതിന് മുൻപ് അത് കണ്ടതാരാണ്? അമ്മയാണ്, യേശുവിൻ്റെ അമ്മയാണ്. യേശുവിൻ്റെ അമ്മ എന്നിട്ട് യേശുവിനോട് പറയാണ്, അവർക്ക് വീഞ്ഞില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാവിന് യേശുവിൻ്റെ ദൗത്യത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ ആ ഒരു പദ്ധതിയിലുണ്ടായിരുന്ന, ദൈവത്തിന് യേശുവിനെ കുറിച്ചുള്ള പദ്ധതിയിലുണ്ടായിരുന്ന വിശ്വാസത്തെയാണ്. കാരണം തൻ്റെ മകൻ ഇങ്ങനെ ഇതിനു വേണ്ടി ജനിക്കപ്പെട്ടവനാണ്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ വന്നവനാണ്, അവൻ ഈ മിഷനിലൂടെ കടന്നു പോകണം, അവസാനം അവന് വലിയൊരു കുരിശുമരണമുണ്ട്, അതിൽ നിന്ന് ഉദ്ധാനമുണ്ട്, ഈ വലിയൊരു വെളിപാട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് മാതാവ്. ഓക്കെ, എന്നിട്ട് ഈ മാതാവ് എന്ത് ചെയ്യാണ്? ഒരിക്കലും ഈശോ പ്രവർത്തിച്ച അത്ഭുതം മാതാവ് കണ്ടിട്ടില്ല. ഈശോൻ്റെ മിനിസ്ട്രിയുടെ ഒരു ഭാഗം പോലും മാതാവ് അനുഭവിച്ചറിഞ്ഞിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. മുന്നേ ആയിട്ട് ഒരു കാര്യങ്ങളും മാതാവ് ഈശോയിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ഈശോയുടെ ആ ഒരു വലിയ ദൗത്യത്തിൽ മാതാവിന് വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് മറ്റാരോടും പറയണതിന് മുമ്പ് തൻ്റെ മകൻ്റെ അടുത്ത് വന്ന് മാതാവ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവരൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്, അവർക്ക് വീഞ്ഞില്ല. ഓക്കെ, 4-ാമത്തെ വാക്യം, യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. ഇവിടെ നമ്മൾ ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിട്ട് കാണുന്ന ഒരു കാര്യമാണ് യേശു തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഇത് ഗ്രീക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളി നമ്മൾ വിളിക്കില്ലേ, മാം എന്നൊക്കെ വിളിക്കില്ലേ, ആ രീതിയിലാണ് ഗ്രീക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ വുമൺ എന്നുള്ളൊരു വാക്ക് വരുന്നത്. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സ്ത്രീ എന്നുള്ളൊരു വാക്കിലേക്ക് അത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഈ ഒരു വാക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. യേശു ഇത് റെസ്പെക്റ്റ്ഫുള്ളി മാതാവിനെ വിളിക്കുന്ന ഒരു കാര്യമാണ്. റെസ്പെക്റ്റോടുകൂടി, പൊളൈറ്റായിട്ട്, വിനയത്തോടു കൂടി മാതാവിനെ അഭിസംബോധന ചെയ്യുന്നതാണ് സ്ത്രീയെ. എന്തുകൊണ്ട് അവിടെ അമ്മ എന്ന് യേശു ഉപയോഗിച്ചില്ല? കാരണം ഇവിടെ നമുക്കൊരു ട്രാൻസിഷൻ കാണാൻ പോവുകയാണ്. കാരണം യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചു. ഭൂമിയിലുള്ള ബന്ധങ്ങളെക്കാളും യേശുവിന് ഇനി ഏറ്റവും വലിയ വില എവിടെയായിരിക്കും? തീർച്ചയായിട്ടും അത് സ്വർഗത്തിലുള്ള പിതാവായ ദൈവമായിരിക്കും യേശുവിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഭൂമിയിലുള്ള തൻ്റെ മാതാവിൻ്റെ റിക്വസ്റ്റിനേക്കാളും യേശുവിന് ഇനി ഇമ്പോർട്ടൻ്റ് എന്തായിരിക്കും? സ്വർഗത്തിലുള്ള പിതാവിൻ്റെ ആ ഒരു സമയത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി യേശുവിൻ്റെ ആ ഒരു ട്രാൻസിഷൻ, ഭൂമിയിലുള്ളതല്ല ഇനി യേശു ഫോക്കസ് ചെയ്യാൻ പോണത്, സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളാണ് യേശു ഫോക്കസ് ചെയ്യാൻ പോണത് എന്നുള്ളതിൻ്റെ ഒരു ട്രാൻസിഷൻ കാണിക്കുകയാണ്. മാതാവിനെ അമ്മ എന്ന് വിളിക്കാതെ വുമൺ, സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നതുകൊണ്ട്. ഇവിടെ യേശു റെസ്പെക്റ്റ് ഇല്ലാണ്ട് സംസാരിക്കുന്നതല്ല, അത് ട്രാൻസ്ലേഷൻ്റെ ഒരു ഇതും കൂടിയാണ് അവിടെ ഉള്ള പ്രശ്നം. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ മാതാവിനെ നമ്മൾ പുതിയ ഹവ്വ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഇംഗ്ലീഷിൽ വുമൺ എന്നും മലയാളത്തിൽ സ്ത്രീ എന്നും അവിടെ ഹവ്വനെ പറ്റി പറയുന്നുണ്ട്. നീ എന്തുകൊണ്ടാണ് നഗ്നനായിരിക്കുന്നതെന്ന് നിനക്ക് തോന്നിയതെന്ന് പിതാവ് ദൈവം നമ്മുടെ ആദത്തോട് ചോദിക്കുമ്പോൾ നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എന്നാണ് ആദം പറയുന്നത്. അവിടെ ഹവ്വനെ സൂചിപ്പിക്കുന്നത് വുമണായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പുതിയ ഹവ്വ, പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് രക്ഷകനെ നൽകിയ ഹവ്വ, പുതിയ ഹവ്വ എന്നുള്ള രീതിയിൽ മാതാവിനെ ഇവിടെ സ്ത്രീ എന്ന് ഉപമിക്കുന്നത്. ഓക്കെ, റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു കൊണോട്ടേഷൻ തന്നെയാണ് ഈ സ്ത്രീയെ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എനിക്കും നിനക്കും എന്ത്? അപ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യം എന്താണ്? മാതാവിനോട് ചോദിക്കുന്നത് എന്താണ്? നിനക്കും എനിക്കും എന്താണ്? കാരണം ഇവിടെ യേശു ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് ഭൂമിയിലുള്ള ഒരാളുടെയും റിക്വസ്റ്റ് കൊണ്ടിട്ടല്ല, ഭൂമിയിലുള്ള ഒരാളും റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടല്ല യേശു ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്. അത് തൻ്റെ മാതാവായാൽ പോലും ഇനി യേശു പ്രവർത്തിക്കാൻ പോകുന്നത് എപ്പോഴാണ്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. കാരണം ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് ഭൂമിയിലെ ആരുടെയും റിക്വസ്റ്റ് കൊണ്ടോ ഭൂമിയിലെ സമയം കൊണ്ടോ അല്ല, എൻ്റെ പിതാവിൻ്റെ ടൈം ടേബിളിലാണ് ഞാൻ ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഈ സമയം എന്നുള്ളത് കൊണ്ട്
ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണ്? തൻ്റെ കുരിശുമരണം, തൻ്റെ ഉദ്ധാനം, തൻ്റെ മഹത്വീകരണം. ഈ കാര്യങ്ങളാണ് യേശു തൻ്റെ സമയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം യേശു പരസ്യ ജീവിതം ആരംഭിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് യേശുവിൻ്റെ മരണത്തിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മതപണ്ഡിതന്മാർക്കും പുരോഹിത പ്രമുഖന്മാർക്കും ജനപ്രമാണികൾക്കും ഒക്കെ യേശുവിനോട് വൈരാഗ്യമാകും. ഓട്ടോമാറ്റിക്കായിട്ട് അവർ യേശുവിനെ എന്ത് ചെയ്യും? കുരിശുമരണം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു ഉദ്ദേശിക്കുന്നത് എന്തിനെക്കുറിച്ചിട്ടാണ്? തൻ്റെ കുരിശുമരണത്തെയും ഉദ്ധാനത്തെയും അതുവഴി മഹത്വത്തിലേക്ക് എത്തുന്നതിനെയുമാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. 5-ാമത്തെ വാക്യം നോക്കിയേ. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു. വീണ്ടും നോക്കിയേ, മാതാവെന്നോ മറിയെന്നോ എടുത്തു പറയുന്നില്ല. യേശുവിൻ്റെ അമ്മ, അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു. അവിടുത്തെ സെർവൻസിനോട് പറയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എൻ്റെ സമയം ഇനി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മാതാവ് യേശുവിനോട് തർക്കിക്കാൻ ഒന്നും നിന്നില്ല. അവിടെ മാതാവ് യേശു പറഞ്ഞ കാര്യം അനുസരിക്കുക ചെയ്തത്. അനുസരിച്ചിട്ട് പരിചാരകരോട് പറയണം, ഓക്കെ, ഇവൻ്റെ കയ്യിലാണ് ഇനിയെല്ലാം, ഇവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഇവിടെ നമുക്ക് മാതാവിൻ്റെ ഒരു ട്രാൻസിഷൻ കാണാൻ പറ്റുന്നുണ്ട്. യേശുവിൻ്റെ അമ്മ എന്നുള്ളതിനുപരി യേശുവിൻ്റെ വലിയൊരു ഫോളോവർ, ഒരു പിന്തുടരുന്ന ഒരാൾ, യേശുവിൻ്റെ വാക്കുകൾ പിന്തുടരുന്ന ഒരാൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ മാതാവിൻ്റെ ഒരു ട്രാൻസിഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യേശുവിൻ്റെ പ്രവർത്തികളുടെ മേലുള്ള മാതാവിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തതയും യേശുവിൻ്റെ വാക്കുകളുടെ മേൽ മാതാവിനുള്ള അനുസരണവുമാണ് ഈ ഒരു 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6-ാമത്തെ വാക്യം, യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. അപ്പം യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള ഈ യഹൂദർ എന്നുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സുവിശേഷകൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സുവിശേഷം എഴുതുന്നത് ആക്ച്വലി എവിടെ വെച്ചിട്ടാണ്? എഫേസോസിൽ വെച്ചിട്ടാണ്, അല്ലേ? ഈ എഫേസോസിലുള്ള ആൾക്കാർ ആരാണ്? യഹൂദരാണോ? അല്ല, അവർ വിജാതീയരാണ്. അപ്പോൾ അവർക്ക് യഹൂദന്മാരുടെ നിയമങ്ങളും അവരുടെ നടപടികളും അവരുടെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കണം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ യഹൂദരുടെ നിയമപ്രകാരം യഹൂദരുടെ നിയമങ്ങൾ എന്നൊക്കെ യോഹന്നാൻ സുവിശേഷകൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ. ഈ യഹൂദന്മാരുടെ ആചാരങ്ങൾ അനുസരിച്ച് അവർക്ക് കർക്കശമായിട്ടുള്ള ഒരുപാട് റിച്വൽസ് ഉണ്ട്, ആചാരങ്ങളുണ്ട്. അതിലൊന്നാണ് എപ്പോഴും ശുദ്ധിയായിരിക്കുക. എക്സ്റ്റേണലി പുറമേയുള്ള ശുദ്ധീകരണം എപ്പോഴും വരുത്തുക എന്നുള്ളത് അവരുടെ കർക്കശമായിട്ടുള്ള നിയമങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കുക, എപ്പോഴും കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ, ഇതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക, കാല് കഴുകിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ അവരുടെ പാർട്ടാണ്, അവരുടെ റിച്വലിൻ്റെ പാർട്ടാണ് ആക്ച്വലി ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത്. സോ ഇത്തരം ശുദ്ധീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം വെള്ളത്തിനൊരു പ്രാധാന്യമുണ്ട്. കാരണം ഈ യഹൂദന്മാരുടെ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് അത്രമാത്രം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് വെള്ളം. കാരണം അവരുടെ മെയിൻ ആയിട്ടുള്ള റിച്വൽ എന്താണ്? ശുദ്ധീകരണം വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് എന്താവശ്യമുണ്ട്? വെള്ളം ആവശ്യമുണ്ട്. ആ യഹൂദന്മാരുടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനത്തിന്മേലാണ് യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്ത്? ഈ വെള്ളം നിറയ്ക്കാനായിട്ട് 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്പറിനൊരു പ്രത്യേകതയുണ്ട്. 6 എന്താണ്? 6-ാമത്തെ നമ്പറിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാത്തിൻ്റെയും പൂർത്തീകരണമായിട്ട് ബൈബിൾ നമുക്ക് തരുന്ന നമ്പർ എന്താണ്? 7 ആണ്. ബൈബിൾ എല്ലാത്തിനും കംപ്ലീറ്റ്നെസ് കാണിക്കുന്ന ഒരു നമ്പറാണ് 7 എന്ന് പറയുന്നത്. 6 എന്ന് പറഞ്ഞാലോ അതിനർത്ഥം എന്താണ്? സംഭവം ഇൻകംപ്ലീറ്റ് ആണ്. ഒരു ഇൻകംപ്ലീറ്റ്നെസ് കാണിക്കുന്ന, അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്തത് എന്ന് നമ്മളെ കാണിപ്പിക്കുന്ന ഒന്നാണ് 6 എന്ന് പറയുന്ന നമ്പർ. യേശു മനുഷ്യനെ സൃഷ്ടിക്കുന്നതും ഏതാണ്? 6-ാം ദിവസമാണ്, അല്ലേ? അപ്പം മനുഷ്യന് വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് യേശു പ്രവർത്തിക്കാൻ പോവാണ്. ഓക്കെ, മനുഷ്യൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് യേശു അത്ഭുതം പ്രവർത്തിക്കാൻ പോവാണ്. അതിൻ്റെ സിമ്പിളായിട്ടാണ് ഇവിടെ 6 കൽഭരണികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. കൽഭരണികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം സാധാരണ ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഭരണിയല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. കളിമണ്ണുകളുടെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ ഇടയിൽ കുറേ കുഞ്ഞു ഊട്ടകളുണ്ടാവും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അകത്ത് എന്തെങ്കിലും അഴുക്കുകളോ ഇംപ്യൂരിറ്റീസോ ഉണ്ടെങ്കിൽ ഈ കളിമണ്ണിൻ്റെ ഇടയിലേക്ക് ഇത് കയറിയിരിക്കും. എന്നിട്ട് ഈ വെള്ളം കഴിഞ്ഞ് നമ്മൾ അടുത്ത വെള്ളം എടുക്കുമ്പോൾ ഈ കളിമണ്ണിൻ്റെ ഇടയിൽ നിന്ന് ഈ ഇംപ്യൂരിറ്റീസ് വെള്ളത്തിലേക്ക് അലിയും.
ഓക്കെ, അപ്പോൾ അതിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഭരണികളിൽ ഒരിക്കലും ഈ ഇംപ്യൂരിറ്റീസ് ട്രാപ്പായി നിൽക്കില്ല. എപ്പോഴും ആ വെള്ളം എന്തായിരിക്കും? ശുദ്ധമായിരിക്കും. സോ അതുകൊണ്ടിട്ടാണ് അത്രയും ശുദ്ധമായി പ്യുവറായിട്ടിരിക്കണം, തൻ്റെ അത്ഭുതത്തിൽ പ്യൂരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് യേശു എന്ത് ചെയ്തത്? കൽഭരണികൾ തന്നെ ചൂസ് ചെയ്തത്. ഓക്കെ, ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. 2-3 അളവെന്ന് പറയുമ്പോഴത്തേക്കും ഗാലോൺ കണക്കെടുത്താൽ ഒരു കൽഭരണിയിൽ ഒരു 20 തൊട്ട് 30 ഗാലോൺ വരെ കൊള്ളും. അപ്പോൾ ഇത്രയും കൽഭരണികൾ ഒന്നിച്ച് വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 180 ഗാലോൺ, ഏകദേശം ഒരു 670 ലിറ്ററോളം വെള്ളമാണ് ഈ 6 കൽഭരണികളിലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും അബണ്ടൻ്റ് ആണ് യേശു നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത്. യേശു നൽകുന്ന കരുണ എന്ന് പറയുന്നത് അത്രമാത്രം അബണ്ടൻ്റ് ആയിരിക്കും. നിസ്സാരമൊന്നും ആയിരിക്കില്ല യേശുവിലൂടെ നമുക്ക് കിട്ടുന്ന കരുണ എന്ന് പറയുന്നത്, ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത, ഉപയോഗിച്ച് തീർക്കാൻ പറ്റാത്ത അത്രയും വിശാലമായിട്ടായിരിക്കും യേശു നൽകുന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഒക്കെ. 7-ാമത്തെ വാക്യം, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അപ്പോൾ യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോവാണ്. യേശു ഒറ്റയ്ക്കല്ല അത് ചെയ്തത്. അവിടെ യേശു എന്ത് ചെയ്യാണ്? മനുഷ്യൻ്റെ പാർട്ട്ണർഷിപ്പ് തേടുകയാണ്. യേശു പരിചാരകരോട് എന്ത് പറയാണ്? നിങ്ങൾ അത് നിറയ്ക്കുക, ആ ഭരണികളിൽ നിങ്ങൾ വെള്ളം നിറയ്ക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഇവിടെ മനുഷ്യനെ യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ഉപകരണമാക്കി മാറ്റുകയാണ്. ഓക്കെ, മനുഷ്യന്മാരോട് കൂടെയാണ്, ഹ്യൂമാനിറ്റിയോട് കൂടെയാണ് യേശു എന്ത് ചെയ്യുന്നത്? തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, അവർ അവയെല്ലാം വക്കോളം നിറച്ചു. യേശുവിൻ്റെ പ്രവൃത്തികൾ അവരിതിനു മുന്നേ കണ്ടിട്ടില്ല. യേശുവിൻ്റെ ദൗത്യം എന്താണെന്ന് ഈ പരിചാരകർക്ക് അറിയില്ല. എങ്കിൽ പോലും അവരെന്താ ചെയ്തത്? അത് വക്കോളം നിറക്കുക ചെയ്തത്. അവരുടെ അത്രമാത്രം വിശ്വാസമാണ് ആ കാണിക്കുന്നത്. സാധാരണയായിട്ടുള്ള ജോലിക്കാരാണ് അവർ, ഏറ്റവും പാവപ്പെട്ടവരാണ് അവർ, ഏറ്റവും ലോവർ സ്റ്റാറ്റസിൽ കിടക്കുന്നവരാണ് ആ പരിചാരകർ. അവരെന്ത് ചെയ്യാണ്? യേശു പറഞ്ഞത് മുഴുവപ്പാടെ വിശ്വസിക്കുകയാണ്. എന്നിട്ട് അവർ വെറുതെ നിറക്കുകയല്ല ചെയ്തത്, വക്കോളം നിറച്ചു. എന്ന് വെച്ചാൽ അതിൻ്റെ പുറമെ വേറൊരാൾ വന്ന് എന്താ പറയുക, ഇത് അത്ഭുതമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി വീഞ്ഞുണ്ടായിരുന്നു എന്നുള്ളൊരു ക്ലെയിം ഇനി കൊണ്ടുവരരുത്. ഒരു ഡൗട്ട്, ഒരു കൺഫ്യൂഷൻ ഇതിൻ്റെ മേലിനി ഉണ്ടാവരുത്. അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? ഇത് വക്കോളം നിറക്കുകയാണ്. അപ്പോൾ ആ പരിചാരകർക്ക് യേശുവിൻ്റെ വാക്കിന് മേലുള്ള വിശ്വാസം, അതാണ് ആക്ച്വലി ഇവിടെ കാണിക്കുന്നത്. ആൻഡ് യേശു ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ വിവാഹ വിരുന്നിൽ എല്ലാവരെയും കൂടെ കൂട്ടുന്നുണ്ടോ? ഇല്ല. ഒരു കുഞ്ഞ് ഒരു കമ്മ്യൂണിറ്റിയിലാണ് യേശു ഇത് ചെയ്യുന്നത്. യേശുവുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ട്, യേശുവിൻ്റെ അമ്മയുണ്ട്, ഈ പറഞ്ഞ പരിചാരകരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും ലോവർ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുകളുടെ മുമ്പിലാണ് യേശു എന്ത് ചെയ്തത്? തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇനി 8-ാമത്തെ വാക്യം, ഇനി പകർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 7-ാമത്തെ വാക്യത്തിൽ അവർ വക്കോളം നിറച്ചു. 8-ാമത്തെ വാക്യത്തിൽ ഇനി യേശു പറയാണ് പകർന്നിനി കൊടുക്കാനാണ് പറയണേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെ പോലെ വല്ല കമാൻഡ് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിച്വൽ അതിൻ്റെ മുന്നിൽ നിന്ന് കാണിക്കുകയോ ഒന്നും യേശു ചെയ്യുന്നില്ല. യേശു അത് നിറക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി അവിടെ അത്ഭുതം പ്രവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. ആ വെള്ളം എന്തായി മാറിക്കഴിഞ്ഞു? വീഞ്ഞായി മാറിക്കഴിഞ്ഞു. വേറെ ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനായിട്ടുള്ള ഒന്നും തന്നെ അവിടെ ഇല്ല. ആ സ്പോട്ടിൽ ആ അത്ഭുതം അവിടെ നടക്കുകയാണ്. അതുകൊണ്ടാണ് 8-ാമത്തെ വാക്യത്തിൽ ഇനി പകർന്നു. 9-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല, എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതത്തിൻ്റെ ക്ലൈമാക്സ് എവിടെ ഇരിക്കണേ? 9-ാമത്തെ വാക്യത്തിലായിരിക്കണേ. ഓക്കെ, അപ്പോൾ യേശു കമാൻഡ് ചെയ്യുന്നത് എന്താണ്? യേശു അവരോട് നിങ്ങൾ പ്രവർത്തിക്കുവിനെന്ന് പറയുന്നത് എന്താണ്? നിങ്ങളത് പകർന്ന് നേരെ കൊണ്ട് ആർക്ക് കൊണ്ടേ കൊടുക്കുക? കലവറക്കാരൻ്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കുക. കാരണം ഒരു വിരുന്ന് നടത്തുമ്പോൾ ആ വിരുന്നിൻ്റെ ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നോക്കുന്നത് ആരാണ്? അവിടുത്തെ കലവറക്കാരൻ. അയാളാണ് അവിടുത്തെ മാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യേശു തൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ ജഡ്ജായിട്ട് ആരെയാണ് തീരുമാനിച്ചേക്കണേ? ആ കലവറക്കാരനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് യേശു പറഞ്ഞ പാടെ അവരെന്താ ചെയ്തത്? യേശുവിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പൂർണ്ണമായിട്ട് അനുസരിച്ച് എന്ത് ചെയ്തു? അവരപ്രകാരം ചെയ്തു. കലവറക്കാരൻ്റെ അടുത്തുകൊണ്ടേ അവർ ഈ കൽഭരണികൾ അല്ലെങ്കിൽ കൽഭരണികളിൽ നിന്ന് പകർന്ന ആ വീഞ്ഞ് കൊണ്ടേ കൊടുക്കുകയാണ്. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് നടക്കുകയാണ്. കലവറക്കാരൻ എന്താ ചെയ്തത്? ആ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കുകയാണ്. പക്ഷേ പരിചാരകർ എന്താ ചെയ്തത്?
അവരത് മനസ്സിലാക്കുകയാണ്. ദൈവത്തിൻ്റെ ആ ഒരു ഹിഡൻ ആയിട്ടുള്ള പ്രവൃത്തി, മറ്റുള്ളവരുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, യേശുവിന് മാത്രം അറിയുന്ന ദൈവത്തിൻ്റെ ആ വലിയൊരു പ്രവൃത്തിനെ അവർ വിശ്വസിക്കുകയാണ് ചെയ്തത്. മറിച്ച് കലവറക്കാരൻ എന്താ ചെയ്തത്? അയാൾ ആ വെള്ളം രുചിച്ച് നോക്കുകയാണ്, ഫിസിക്കലി അത് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. കലവറക്കാരന് മനസ്സിലായില്ല ഇത് എവിടെ നിന്നാണെന്ന്. പക്ഷേ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ യേശു പ്രവർത്തിച്ച തൻ്റെ ആദ്യത്തെ അത്ഭുതത്തിൻ്റെ ഹീറോസ് ആരായിരുന്നു? അത് പരിചാരകരായിരുന്നു. അവർ വിശ്വസിക്കാണ്, കണ്ണും പൊട്ടി വിശ്വസിക്കുക എന്ന് പറയില്ലേ, ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക എന്ന് പറയില്ലേ, അതാണ് ആക്ച്വലി ആര് ചെയ്തത്? പരിചാരകർ ചെയ്തത്. ഓക്കെ, എന്നുവെച്ചാൽ അവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലുള്ള അറിവുണ്ടായിരുന്നുള്ളൂ, ഉള്ളിലുള്ള ആ ഒരു നോളജ്. ഓക്കെ, ഇത് വെള്ളമായി മാറിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് ടെസ്റ്റ് ചെയ്ത് പോലും നോക്കാണ്ട് വിശ്വസിച്ചതാരാണ് ഈ കൂട്ടത്തിൽ? അത് പരിചാരകരാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു വിരോധാഭാസം അല്ലെങ്കിൽ ഒരു ഐറണി എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഈ ഭക്ഷണത്തിൻ്റെയും പാനീയങ്ങളുടെയും മേളിൽ വലിയ അധികാരമുള്ള ഒരു മാസ്റ്റർ, കലവറക്കാരൻ, അയാൾ ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലൂ ഇല്ലാണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഒന്നിനും ഒരു അതോറിറ്റി ഇല്ലാത്ത, അധികാരമില്ലാത്ത, ലോവസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ കിടക്കുന്ന നമ്മുടെ ഈ പരിചാരകർ ആക്ച്വലി യേശുവിൻ്റെ ഈ അത്ഭുതത്തിൻ്റെ എവിടേക്കാണ് വന്നത്? ഫ്രണ്ട് റോയിൽ സീറ്റ് കിട്ടിയ ആൾക്കാരെ പോലെ ആയിപ്പോയി അല്ലേ? ശരിക്കുള്ള ആൾക്ക് ഒരു ക്ലൂ ഇല്ലാണ്ട് അയാൾ നിൽക്കുകയാണ്. മറിച്ച് ഈ സെർവൻസ് എന്താണ്? ഈ പരിചാരകർക്ക് എന്താണ്? അവർക്ക് ആക്ച്വലി ഇതിൽ വലിയൊരു പങ്കാളിത്തം ലഭിക്കുകയാണ്. ഓക്കെ, അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഈ ഒരു ദിവസത്തിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സൺ ആരാണ്? ആ വീട്ടിലെ മണവാളനാണ് അല്ലേ? അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരവും. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ എല്ലാ വീടുകളിലും നമ്മൾ കാണുന്നത് എന്താണ്? ഏറ്റവും നല്ല വീഞ്ഞ് ആദ്യം വിളമ്പും, എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കുടിച്ച് ആൾക്ക് സെൻസ് നഷ്ടപ്പെടില്ലേ? നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും? പഴയ വീഞ്ഞ് വിളമ്പും. പക്ഷെ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്, ഏറ്റവും നമ്മൾ തീർന്നു എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും ഈശോ ഈ പുതിയ വീഞ്ഞായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതാണ് 10ാമത്തെ വാക്യം പറയുന്നത്. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അപ്പോൾ യേശു തൻ്റെ മഹത്വം എന്താണ്? നമുക്കറിയാം, തൻ്റെ കുരിശുമരണവും ഉദ്ധാനവുമാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം എന്തായിരുന്നു? വെള്ളം വീഞ്ഞാക്കി മാറ്റുക. എവിടെയാണത് നടന്നത്? ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതമാണ് ഈ അടയാളമായിട്ട് സുവിശേഷകൻ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ആവശ്യഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ, ഒരു പ്രൊവൈഡിങ് ആയിട്ടുള്ളൊരു കെയറിങ് ആണ് ആക്ച്വലി ഈശോ ഈ അത്ഭുതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം, അത് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലായിരിക്കും ദൈവത്തിൻ്റെ ആ വലിയൊരു കരുതൽ നമുക്ക് യേശുവിലൂടെ പ്രകടമാകാൻ, മനസ്സിലാക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്താ പറയുന്നത്? ഈ അത്ഭുത പ്രവൃത്തി കണ്ടതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാരൊക്കെ ഇവനാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള ആ വലിയൊരു കാര്യത്തിൽ അവൻ്റെ ശിഷ്യന്മാർ ഉറച്ച് വിശ്വാസം ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടിട്ടാണ് അവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് അവൻ്റെ കൂടെ അവർ ആയിരിക്കുന്നത്. അവൻ പോകുന്നിടത്തേക്കെല്ലാം അവരും പോകുന്നത്. പക്ഷേ അവരുടെ വിശ്വാസം ഉറയ്ക്കാനായിട്ട് ഈ ഒരു അത്ഭുതം ഇടയായി. ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അപ്പോൾ യേശു ഇപ്പോൾ തൻ്റെ ഓപ്പറേഷൻസിൻ്റെ ആ ഒരു ബേസ് എവിടെ നിന്ന് എവിടേക്ക് മാറ്റി? ഇത്രയും നേരം കാനായിലായിരുന്നു. കാനായിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യേശു മാറുകയാണ്. അതെവിടെയാണ്? കഫർനാമിലേക്ക്. ആരുടെയൊക്കെ കൂടെയാണ് പോയത്? അമ്മയുടെയും സഹോദരന്മാരുടെയും ശിഷ്യന്മാരെ സഹോദരന്മാരുടെ ഗണത്തിൽ നിന്ന് വേറിട്ടായിരുന്നു കണ്ടിരുന്നത്. സഹോദരന്മാരെന്ന് പറയുന്നത് യേശുവിന് ഒരുപാട് ഫാമിലി ടൈസ്, എപ്പോഴും യേശു ഈ ഫാമിലി റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. യേശുവിൻ്റെ ആ ഒരു മിനിസ്ട്രിയുടെ ആരംഭഘട്ടത്തിൽ യേശു എപ്പോഴും തൻ്റെ ഫാമിലീനെ കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലിയുടെ സപ്പോർട്ട് അത്രമാത്രം ഉണ്ടായിരുന്നു. ഓക്കെ, അമ്മയുടെയും സഹോദരന്മാരുടെയും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ കുറച്ച് ദിവസം അവരവിടെ താമസിച്ചു. ഇനി അടുത്ത ഭാഗത്തിലേക്കുള്ളൊരു പ്രിപ്പറേഷനായിട്ടാണ് യേശു ആക്ച്വലി കഫർനാമിൽ ഇവരോടൊപ്പം താമസിച്ചത്. ഓക്കെ,
അടുത്തത് രണ്ടാമത്തെ സബ് ഹെഡിങ് ആണ്, യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. സോ ഈ ദേവാലയ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ജെറുസലേമിലേക്ക് പോകുന്നതിന് മുന്നേയുള്ള കുറച്ച് സമയങ്ങളാണ് യേശു കഫർനാമിൽ ചെലവഴിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്കുള്ള ഒരുക്കമായിരുന്നു യേശു കഫർനാമിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു സബ് ഹെഡിങ്ങിന് കീഴിലായിട്ട് 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത്. ഇതിൽ 13ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. നമുക്കറിയാം, ഈ യഹൂദരെന്ന് എടുത്തു പറയുന്നത് എന്തുകൊണ്ടിട്ടാണ്? വിജാതിയർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, യഹൂദരുടെ ഇടയിൽ ഇത്തരം ആചാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ ഈ യഹൂദരുടെ എന്ന് എടുത്തു പറയുന്നത്. പെസഹ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? പെസഹ ആഘോഷം എല്ലാ വർഷവും അവിടെ നടക്കുന്ന വലിയൊരു ഉത്സവമാണ്, പെരുന്നാളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതിൻ്റെ ആ ഒരു കൊമമറേഷൻ, ഒരു ഓർമ്മയായിട്ട് എല്ലാ വർഷവും ഇവർ ആഘോഷിക്കുന്ന ഒരു പെരുന്നാൾ അല്ലെങ്കിൽ ഒരു ഉത്സവമാണ് ഈ പെസഹ എന്ന് പറയുന്നത്. ഇതെല്ലാ യഹൂദരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. സോ ഇത് അടുത്തിരുന്നത് കൊണ്ട് യേശു എന്ത് ചെയ്തു? ജെറുസലേമിലേക്ക് പോയി. കാരണം ഈ റിലീജിയസ് ഒരു ഹബ്ബ് എന്തെന്നാണ്? ജെറുസലേമാണ്. ജെറുസലേമിലാണ് ഇത്തരം വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതും വലിയ ദേവാലയങ്ങളൊക്കെ ഉള്ളതും. ഇവരുടെ ആ ഒരു റിലീജിയസ് ഹബ്ബായിട്ട് ആക്ട് ചെയ്യുന്നത്, ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? ജെറുസലേമാണ്. ഓക്കെ, അപ്പോൾ ജെറുസലേമിലേക്ക് യേശുവും ഇതിനു വേണ്ടി പോയി. ഇവിടെ നമ്മൾ 2 രീതിയിൽ ഇതിനെ കാണണം. ഒന്ന്, ദേവാലയം ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെയാണ് യേശു ജെറുസലേമിലേക്ക് പോയത്. 2, എന്താണ്? ത്യാഗത്തിനായുള്ള ഒരു കുഞ്ഞാടിനെ പോലെയാണ് യേശു ജെറുസലേമിലേക്ക് പോയത്. കാരണം തനിക്കറിയാം, താൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യഹൂദന്മാരെ ആയിട്ട് വാക്കുതർക്കത്തിലാകുമെന്നും അതുവഴി അവർക്ക് തനിക്കെതിരെ എന്താവും? ദേഷ്യം ഉണ്ടാകുമെന്നും ശത്രുത ഉണ്ടാകുമെന്നും അവസാനം അവർ തന്നെ കുരിശിൽ തറയ്ക്കുമെന്നും ഒക്കെ യേശുവിനറിയാം. അപ്പോൾ യേശു തൻ്റെ ത്യാഗത്തിൻ്റെ ഒരു ചെല്ലലായിട്ടാണ് ഈ ജെറുസലേമിലേക്കുള്ള പോക്കിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ. ഒന്ന്, ദേവാലയ ശുദ്ധീകരണത്തിന് വേണ്ടി. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. ദേവാലയം ശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ ജെറുസലേമിലേക്ക് ചെല്ലും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഫൈനൽ സാക്രിഫൈസ് ആയിട്ടാണ് യേശു എന്ത് ചെയ്യുന്നത്? അവിടെ ചെല്ലുന്നത്. നമുക്കറിയാം, ഈ പെസഹ നടക്കുന്ന ദിവസം ഒരുപാട് ആടുകൾ അവിടെ കൊണ്ടുവരും അല്ലേ? ചെമ്മരിയാട്. എന്തിനാണ്? ഈ ത്യാഗം ചെയ്യാനായിട്ട്, ബലിയർപ്പിക്കാനായിട്ട്, തങ്ങൾ ചെയ്ത പാപങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി, മോചനം ലഭിക്കുന്നതിന് വേണ്ടി യഹൂദന്മാർ ചെയ്യുന്ന ഒരു കർമ്മമാണ്, അല്ലെങ്കിൽ ഒരു റിച്വലാണ് ഈ കുഞ്ഞാടുകളെ കൊണ്ടുപോയി ബലിയർപ്പിക്കുക എന്നുള്ളത്. 10,000 ആടുകളാണ് ആ സ്ഥലത്ത് ഉണ്ടാവുന്നത് ബലിയർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ ജോൺ ദ ബാപ്റ്റിസ്റ്റ് മാമോദീസ കൊടുത്തതിന് ശേഷം, ജ്ഞാനസ്നാനം കൊടുത്തതിന് ശേഷം യേശുവിനെ വിളിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. അപ്പോൾ യേശു ജെറുസലേമിലേക്ക് കടന്നു പോകുന്നത് ഒരു കുഞ്ഞാടിനെ പോലെ, ബലിയർപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ബലിയർപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെയാണ് യേശു ജെറുസലേമിലേക്ക് എത്തുന്നത്. ആൻഡ് 14ാമത്തെ വാക്യത്തിൽ യേശു ഒരു 3 ടൈപ്പ് ആൾക്കാരെ ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവർ. ഇതെന്തിനാണ്? ആക്ച്വലി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തർ തങ്ങൾ ചെയ്യുന്ന പാപങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഓരോരോ നേർച്ചകൾ നേരില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. കാളേന ബലിയർപ്പിക്കുന്നൊരു നേർച്ചയുണ്ട്, ആടിനെ ബലിയർപ്പിക്കുന്നതുണ്ട്, പ്രാവിനെ അർപ്പിക്കുന്നതുണ്ട്. അങ്ങനെ അതെല്ലാം ആ നേർച്ച വസ്തുക്കൾ വിൽക്കാൻ നിൽക്കുന്നവരാണ് ഒരു കാറ്റഗറി ആൾക്കാർ. രണ്ടാമത്തത് നാണയം മാറ്റാനിരിക്കുന്നവർ. ഓക്കെ, ആരാണ്? നാണയം മാറ്റാനായിട്ടിരിക്കുന്നവർ. ഈ നാണയം മാറ്റൽ എന്തിനാണ്? ആക്ച്വലി ഈ ദേവാലയത്തിൽ വരുമ്പോൾ ദേവാലയത്തിന് നികുതി കൊടുക്കണം. അപ്പോൾ ഈ ജെറുസലേമിൽ ഇറക്കുന്ന നാണയം വേണം നമ്മൾ ആക്ച്വലി അവിടെ ഇടാൻ. പക്ഷേ ഈ ഒരു ഉത്സവത്തിന് അല്ലെങ്കിൽ ഈ ഒരു പെരുന്നാളിന് പല ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരും. അവരുടെ കയ്യിൽ അവരുടെ ദേശത്തിലെ രാജാക്കന്മാർ ഇറക്കിയ പൈസകളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവർ ആ പൈസകൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ആൾക്കാർക്ക്, ഈ നാണയം മാറ്റക്കാരുടെ കയ്യിൽ കൊടുക്കും. അവർ വലിയ എന്താ പറയുക, അഴിമതി കാണിച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യണത്. നാണയങ്ങൾ മാറ്റിക്കൊടുക്കണേ, വലിയൊരു കറപ്ഷനൊക്കെ ചെയ്തിട്ടാണ് അവരിത് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് വന്നിട്ടാണ് ഈ ജെറുസലേമിലെ ദേവാലയത്തിൻ്റെ നാണയം ആൾക്കാർ മാറ്റിയെടുക്കുന്നത്. എന്നിട്ട് ആ നാണയമാണ് ഇവർ നേർച്ചയായിട്ട് ഭണ്ഡാരത്തിലൊക്കെ ഇടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ നാണയ മാറ്റക്കാർ അവിടെ ഉള്ളത്. ഈ കാള, ആട് വിൽക്കുന്നവർ ഒരു കാറ്റഗറി, പ്രാവ് വിൽക്കുന്നവർ 2ാമത്തെ കാറ്റഗറി, ആൻഡ് നാണയം വിൽക്കുന്നവർ 3ാമത്തെ കാറ്റഗറി. ഇതെന്താണെന്ന് നമുക്ക് വരുന്ന വചനഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ദേവാലയത്തിൽ ഇരിക്കുന്നതാണ് ആര് കണ്ടത്? ദേവാലയത്തിൽ ആരെയൊക്കെ കണ്ടു? ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ യേശു കാണുകയാണ്. ദേവാലയം ആക്ച്വലി എന്തിനുള്ളതാണ്? ദൈവവുമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളതാണ്, പ്രാർത്ഥിക്കാനുള്ളതാണ്. അവിടെ യേശു കാണുന്നത് ഈ കച്ചവടക്കാരെയാണ്. 15ാമത്തെ വാക്യം, അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി
അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ യേശു പെട്ടെന്ന് ചെയ്തൊരു കാര്യമാണോ അത്? അല്ല. യേശു ആലോചിച്ച് തീരുമാനിച്ച് ഒരു കയറുകൾ കൊണ്ട് ചമ്മട്ടി പോലത്തെ ഒരു സാധനം. കാരണം എന്താണ്? മനുഷ്യന്മാരെ മാത്രമല്ല അവിടെ നിന്ന് ഓടിക്കാനുള്ളത് അല്ലേ, കന്നുകാലികളെയൊക്കെ നമുക്ക് മനുഷ്യരെ ഓടിക്കുന്ന പോലെ ഓടിക്കാൻ പറ്റുമോ? ഇല്ല. അവരെ ജസ്റ്റ് ഒന്ന് പുറത്തിട്ടൊന്ന് തട്ടണം, എന്നാലേ അവർ നീങ്ങുള്ളൂ, നടക്കുകയുള്ളൂ. അപ്പോൾ അവരെയും കൂടി ഓടിക്കാൻ വേണ്ടിയിട്ട് യേശു എന്ത് ചെയ്യാണ്? മനഃപൂർവ്വം ഒരു ചാട്ടം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഇമോഷണലി പെട്ടെന്ന് വന്നൊരു തീരുമാനമല്ല, യേശു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല. യേശു അതിനെക്കുറിച്ച് ആലോചിച്ച് അതൊഴിപ്പിക്കാനുള്ള മാർഗങ്ങൾ യേശു സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് യേശു എന്ത് ചെയ്തു? ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ 3 കാറ്റഗറി ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ആടുകൾ, കാളകൾ, ഇവർ രണ്ടുപേരും ഒരു കാറ്റഗറി. ഇവരെയാണ് യേശു ഈ ചമ്മട്ടി കൊണ്ട്, ഇവരെ നിയന്ത്രിച്ച ആ ഒരു കച്ചവടക്കാരെയുമാണ് ചമ്മട്ടി കൊണ്ട് യേശു ദേവാലയത്തിൽ നിന്ന് പുറത്താക്കിയത്. എന്നിട്ട് എന്താണ്? നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും. അപ്പോൾ എന്താ ചെയ്തത്? നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ യേശു ചിതറിച്ചു. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും നീചരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ നാണയമാറ്റക്കാർ. കാരണം ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് അഴിമതി കാണിച്ച് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കി, ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഈ നാണയമാറ്റക്കാർ. ചിലപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് അവരുടെ 10 രൂപ വെച്ചിട്ടായിരിക്കും. അവരുടെ 10 രൂപ മാറ്റിയാൽ ഈ ജെറുസലേമിലെ 1 രൂപയായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് അവർക്ക്. എന്നുവെച്ചാൽ അത്രമാത്രം കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ നാണയമാറ്റക്കാർ. അങ്ങനെ അവർ നാണയമാറ്റത്തിലൂടെ അവർ മറ്റുള്ളവരെ, പാവപ്പെട്ടവരെ വഞ്ചിച്ചെടുത്ത നാണയങ്ങൾ, പാവപ്പെട്ടവരെ വഞ്ചിച്ച് അവർ നേടിയെടുത്ത ലാഭമാകുന്ന നാണയങ്ങൾ എന്ത് ചെയ്തു? യേശു ചിതറിച്ച് നിലത്തേക്ക് ഇട്ട് കളയാണ്. മാത്രമല്ല അവരുടെ മേശകൾ യേശു തട്ടിമറിക്കുകയും ചെയ്തു. മേശകൾ തട്ടിമറിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമം അവിടെ തട്ടിത്തെറിപ്പിക്കാൻ യേശു ചെയ്യുന്നത്. കറപ്റ്റായിട്ടുള്ളൊരു സാമ്പത്തിക വ്യവസ്ഥനെ, അവിടെ നിലനിന്നിരുന്ന സാമ്പത്തിക വ്യവസ്ഥനെ, അത് അനുവദിച്ചിരുന്ന യഹൂദ നേതാക്കന്മാരെയൊക്കെ യേശു മറിച്ചിടുകയാണ് ആ ചെയ്യുന്നത്. സിംബോളിക്കാണ്. ആ മേശ മറിക്കുന്നതിലൂടെ യഹൂദന്മാരുടെ ഇടയിൽ ഈ കച്ചവടം ചെയ്യാനുള്ള ആ നിയമങ്ങൾ, കച്ചവടക്കാരുടെ ഇൻറ്റൻഷൻ, അതേപോലെ ഇതിന് അവസരം കൊടുത്ത യഹൂദന്മാരുടെ മനോസ്ഥിതി, ഇതിനെല്ലാത്തിനെയും യേശു മറിച്ചിടുകയാണ് ചെയ്യുന്നത്. സിംബോളിക്കായിട്ടാണ് കേട്ടോ. ഇനിയാണ് യേശു 3ാമത്തെ കാറ്റഗറി ആൾക്കാരോട് കാണിക്കുന്നത്. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു. അവരെ ആട്ടിപ്പുറത്താക്കുകയോ അവരെ ചിതറിച്ച് കളയോ ഒന്നും യേശു ചെയ്തില്ല. മറ്റവരോട് 2 പേരോടും ചെയ്തത് നമ്മൾ 15ാമത്തെ വാക്യത്തിൽ കണ്ടു. 16ാമത്തെ വാക്യം, പ്രാവുകളെ വിൽക്കുന്നവരോട് യേശു പറയുകയാണ്, കൽപ്പിക്കുകയാണ്, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. ഇവരെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. ഇവർ കൂടുകളിലായിട്ടായിരിക്കും ഇരിക്കണേ അല്ലേ. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ചിതറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂട് പൊട്ടിപ്പോയി ചിലപ്പോൾ ഇവർ പറന്നു പോയേക്കാം. അത് മാത്രമല്ല പ്രാവിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. യേശു ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ പ്രാവിന് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. 2ാമത്തെ കാര്യം, ഈ കാളകൾ, ആടുകളെയൊക്കെ ബലിയർപ്പിക്കുന്നത് എപ്പോഴും പണക്കാരാണ്. പണമുള്ളവരായിരിക്കും അത്രയും വലിയ വില. കാരണം ഇവയൊക്കെ മേടിക്കാൻ തന്നെ ഒരുപാട് കാശ് വേണം. ഓക്കെ, അപ്പോൾ ഇതിനെ അർപ്പിക്കാനും ബലിയർപ്പിക്കാനും നമ്മൾ യഹൂദന്മാർക്ക്, പുരോഹിത പ്രമുഖന്മാർക്കൊക്കെ വീണ്ടും കാശ് കൊടുക്കണം. അപ്പോൾ പാവപ്പെട്ടവർ എപ്പോഴും ബലിയർപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പ്രാവുകളെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രാവിൻ്റെ ആ ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു ഒരു എസൻസ്. 2ാമത്തത്, ഈ പ്രാവുകളെ ആയിരുന്നു കൂടുതലും പാവപ്പെട്ടവർ ആശ്രയിച്ചിരുന്നത് ബലിയർപ്പണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഈ പ്രാവുകളെ ചിതറിച്ച് വിടാണ്ട്, ഒരുപക്ഷെ അവർ പേടിച്ച് പറന്നു പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് അവരെ ചിതറിച്ച് വിടാണ്ട് യേശു എന്ത് ചെയ്യാണ്? ആ പ്രാവ് വിൽപ്പനക്കാരോട് കൽപ്പിക്കുകയാണ്, ഇവയുമായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് പോകുക എന്ന്. എന്നിട്ട് എന്താ പറയുന്നത്? ഇവരോട് എല്ലാവരോടുമായിട്ട് പറയണയാണ്, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ഈ ഒരൊറ്റ വാക്യത്തിലാണ് എന്തുകൊണ്ടിട്ടാണ് യേശു ഇത്രയും നേരം ദേഷ്യപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത്. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റാണ്, എൻ്റെ പിതാവിൻ്റെ ആലയം. അവിടെ എൻ്റെ പിതാവിൻ്റെ, യേശുവും പിതാവായ ദൈവവും തമ്മിലുള്ള ഗാഢമായ ബന്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ, യേശു എന്ന് പറയുന്നത് പിതാവ് അയക്കപ്പെട്ടവനാണെന്നും പിതാവിൻ്റെ കുഞ്ഞാടാണെന്നും തെളിയിക്കുന്ന ഭാഗമാണത്. എൻ്റെ പിതാവിൻ്റെ ആലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ, യേശു വസിക്കുന്ന ഒരിടമാണത്. എൻ്റെ ദൈവം വസിക്കുന്ന ഒരിടമാണത് അല്ലേ. ആ ദൈവം വസിക്കുന്ന ഇടത്തെ നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ഇതുപോലെ ആളുകളെ കൊണ്ടുവന്ന് വിൽക്കാനും വാങ്ങാനും ഉള്ള സ്ഥലങ്ങളാക്കി നിങ്ങൾ അതിനെ മാറ്റരുത്. യേശുവിൻ്റെ ആ നീതിപൂർവമായ ആ ദേശത്തിന് പുറകിലുള്ള ആ ഒരു കാര്യമാണ് ഈ ഒരു ഭാഗത്തിൽ വ്യക്തമാകുന്നത്. 17ാമത്തെ വാക്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത, അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള ഗാഢമായ ചിന്ത എന്നെ കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മുടെ സങ്കീർത്തനങ്ങൾ പഠിക്കണം. സങ്കീർത്തനങ്ങൾ 69:9 ദാവീദ് രാജാവ് പറയുന്ന കാര്യങ്ങളാണിത്. ഓക്കെ, സങ്കീർത്തനങ്ങൾ 69:9 പറയുന്ന അവിടുത്തെ ആലയത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞ കാര്യം, അത് യേശുവിനെ കുറിച്ചായിരുന്നു അന്ന് ദാവീദ് രാജാവ് പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മുടെ ശിഷ്യന്മാർ ആ സമയത്ത് ഓർക്കുകയാണ്. ഇത് വല്ലാത്തൊരു ദൈവിക അനുഗ്രഹമാണ് ശിഷ്യന്മാർക്ക്. കാരണം യേശു പ്രവർത്തിക്കുന്ന ഓരോ അത്ഭുതങ്ങൾ കഴിയുമ്പോഴും പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ കറക്റ്റായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ സ്ലീഹന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിലൊന്നാമതാണ് ഇത്. ഓക്കെ, അപ്പോൾ പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങൾ 69:9 യേശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം, ദൈവത്തിൻ്റെ ദേവാലയത്തെക്കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചിട്ടുള്ള തീഷ്ണത എന്നെ വിഴുങ്ങും എന്ന് യേശുവിനെക്കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം ആ സമയം ശിഷ്യന്മാർ കറക്റ്റായിട്ട് പരിശുദ്ധാത്മാവ് വഴി ഓർത്തെടുക്കുകയാണ്. ഓക്കെ, അതുവഴി അവർ മനസ്സിലാക്കുകയാണ്, ഓക്കെ, വരാനിരുന്ന മിശിഹ ഇവൻ തന്നെയാണ്. വീണ്ടും അവർ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. 18-ാമത്തെ വാക്യം, യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? അപ്പോൾ ഈ യഹൂദന്മാർ ആക്ച്വലി ഈശോ കൊടുത്ത മെസ്സേജ്, ഈശോ ഈ കച്ചവടക്കാരെ ഒക്കെ അടിച്ച് പായിച്ചതിന് യേശു ഒരു മെസ്സേജ് കൊടുത്തു. എന്താണത്? എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കുന്നു, അത് ചെയ്യാൻ പാടില്ല എന്നാണ് യേശു അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ യഹൂദന്മാർ ഈശോ ചെയ്ത പ്രവൃത്തിയാണ് ഇവിടെ ഫോക്കസ് ചെയ്യണത്. എന്തുകൊണ്ടിട്ടാണ് നീ നിൻ്റെ ദേഷ്യം കൊണ്ട് നീ ഇതൊക്കെ അടിച്ച് തകർക്കാനായിട്ട് നിനക്ക് അധികാരം തന്നത് ആരാണ്? നിനക്ക് ഈ അധികാരം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് ഞങ്ങൾക്കൊരു അടയാളത്തിലൂടെ പറഞ്ഞു തരിക. ഈ യഹൂദന്മാരെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഫിസിക്കലായിട്ട് അടയാളങ്ങൾ അന്വേഷിക്കുന്നവരായിരുന്നു. ഇപ്പോൾ ഒരു പ്രവാചകൻ വരികയാണ്, ആ പ്രവാചകൻ ഇവരുടെ മുമ്പിൽ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു അടയാളം പ്രവർത്തിച്ചാൽ മാത്രമേ ആ പ്രവാചകൻ അയക്കപ്പെട്ടവനാണെന്ന് ഇവർ വിശ്വസിക്കുള്ളൂ. എല്ലാത്തിനും ഫിസിക്കലായിട്ടുള്ളൊരു പ്രൂഫ് ഇവരെപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതല്ലാതെ അത് ദൈവികമായിട്ടുള്ള കാര്യമാണെന്നും ആത്മീയമായിട്ടുള്ള കാര്യമാണെന്നും മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ്, വിവേകശക്തി, വിശ്വാസം ഇതൊന്നും ആർക്കുണ്ടായിരുന്നില്ല? യഹൂദന്മാർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യേശു പറഞ്ഞ കാര്യം മനസ്സിലാക്കാതെ, യേശു കൊടുത്ത മെസ്സേജ് മനസ്സിലാക്കാതെ യേശുവിൻ്റെ പ്രവൃത്തിയിലാണ് ആക്ച്വലി അവർ ഫോക്കസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ അധികാരം ലഭിച്ചതിൻ്റെ അടയാളങ്ങൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരിക. പ്രൂഫിന് വേണ്ടിയിട്ട് യേശുവിനോട് ചാലഞ്ച് കൊടുക്കുകയാണ് ആര്? നമ്മുടെ യഹൂദന്മാർ. 19-ാമത്തെ വാക്യം, യേശു മറുപടി പറഞ്ഞു യഹൂദന്മാർക്ക്. പ്രൂഫ് ചോദിച്ച യഹൂദന്മാർക്ക് യേശു മറുപടി കൊടുക്കുകയാണ്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. ഇവിടെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ പറ്റും. കാരണം യേശു ഇത് പുതിയ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്, പുതിയതായിട്ട് വന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ യഹൂദന്മാർക്ക് ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? യേശു ആരാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഇവരിപ്പോഴും പഴയ നിയമത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ യേശു പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, യഹൂദന്മാർ അല്ലേ, യഹൂദർ പഴയ നിയമത്തിൽ തങ്ങി തന്നെ നിൽക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് പുതിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം യഹൂദന്മാർ ഈ ദേവാലയം നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്? ഓക്കെ, ദൈവം വസിക്കുന്ന ഇടം, അതാണ് ദേവാലയം. അതെന്താണ്? ഈ ഫിസിക്കലി കാണുന്ന ഈ ഒരു ദേവാലയമാണ് എന്നാണ് യഹൂദർ വിശ്വസിക്കുന്നത്. പക്ഷേ യേശു ക്രിസ്തു പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആലയം ആരാണ്? സ്വന്തം ശരീരമാണ് അല്ലേ? യേശുക്രിസ്തുവാണ് ദൈവം വസിക്കുന്ന ആലയം അല്ലേ? യേശുക്രിസ്തുവാണ് ദേവാലയം. അതാണ് ആരുദ്ദേശിക്കുന്നത്? ഈശോ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയാണ് 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. നിങ്ങൾ ദേവാലയം നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തിനകം. യേശു ഉദ്ദേശിക്കുന്നത് എന്താണ്? യേശുവിനെ നിങ്ങൾ മരണത്തിലേക്ക് വിട്ടാൽ, എന്നെ നിങ്ങൾ കൊന്നാൽ, കുരിശുമരണം തന്നാൽ 3 ദിവസത്തിനകം ഞാൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് യേശു ക്രിസ്തു ഉദ്ദേശിക്കുന്നത്. യേശു കൊടുത്ത മറുപടിയുടെ അർത്ഥം ഇതാണ്. പക്ഷേ യഹൂദരത് മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ദേവാലയം ഉണ്ടാക്കാൻ തന്നെ കുറേ വർഷങ്ങളെടുത്തു, അതെങ്ങനെയാണ് പിന്നെ നീ 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാൻ പോണേ? എപ്പോഴും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യത്തിലായിരുന്നു യഹൂദന്മാർ ഫോക്കസ് ചെയ്തത്. പഴയ ഉടമ്പടിയിലായിരുന്നു യഹൂദന്മാർ ഫോക്കസ് ചെയ്തത്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ യേശു പറയുമ്പോഴും ദൈവികമായിട്ടുള്ള ഇവൻറ്റുകൾ നടക്കുമ്പോഴും അതൊന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. യേശു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചതുമില്ല.
എന്നിട്ട് യേശു പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല. കാരണം അവർ പഴയ കാര്യങ്ങളാണ് ചിന്തിക്കണേ. അവർ ഫിസിക്കലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കണേ. ഭൗതികമായിട്ടുള്ള ദേവാലയത്തിനെ കുറിച്ചാണ് അവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അവരെന്നിട്ട് യേശുവിന് മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ്? യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു. 46 വർഷം കൊണ്ടിട്ടാണ് ഈ ദേവാലയം പണി തീർത്തത്. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? യേശുവിനോട് അവർ ചോദിക്കുകയാണ്, ഇത് 46 വർഷം എടുത്ത് പണിത് ഈ ദേവാലയം 3 ദിവസം കൊണ്ട് നിനക്ക് തിരിച്ച് റീവർക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. റീസ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. യേശു ഇവിടെ ആക്ച്വലി ഉദ്ദേശിച്ചത് ആര് തന്നെയാണ്? ദൈവത്തിൻ്റെ ആലയമായ യേശു ക്രിസ്തുവിനെ തന്നെ. യേശു ക്രിസ്തുവിൻ്റെ ആലയം നശിപ്പിച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തിനകം അത് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വലിയ രഹസ്യമാണ് ആ പറഞ്ഞത്. പക്ഷെ അതവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ആൻഡ് ഇപ്പോഴും അവർ ഈ കല്ലിൻ്റെയും മണ്ണിൻ്റെയും അതേപോലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 21-ാമത്തെ വാക്യം എന്താണ്? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ദൈവത്തിന് വസിക്കാനായിട്ട് ഫിസിക്കലി നമ്മൾ ഭൗതികമായിട്ട് കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കുന്ന സംഭവം വല്ലതും വേണോ? ഇല്ല. അവിടെ ആരാണ് ദൈവത്തിൻ്റെ ആലയമായിട്ട് വസിക്കുന്നത്? യേശു ക്രിസ്തു തന്നെയാണ് ദൈവത്തിൻ്റെ ആലയമായിട്ട് വസിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിൽ പുരോഹിത പ്രമുഖന്മാരും മറ്റുള്ള ആളുകളും ഒക്കെ എന്താ പറയുക, ഇൻ്റർമീഡിയേറ്ററീസ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. ഇനി അവിടെ ആവശ്യമുണ്ടോ? ഇല്ല. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. മനുഷ്യൻ്റെ ഒരു ഇടപെടൽ അവിടെ ആവശ്യമില്ല. ഓക്കെ. എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. വീണ്ടും നമ്മൾ കാണുകയാണ് 22-ാമത്തെ വാക്യത്തിൽ, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് യേശുവിന് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും പഴയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞതും യേശു പ്രവചിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെയും. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു യഹൂദരോട് ഈ ദേവാലയത്തിൻ്റെ ശുദ്ധീകരണ സമയത്ത് പറഞ്ഞ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ശിഷ്യന്മാർ ഓർത്തെടുക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകൂടെ. ഓർത്തെടുക്കുക മാത്രമല്ല, പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ലിഖിതങ്ങളും യേശു പറഞ്ഞ കാര്യങ്ങളും, ഇതുപോലെ യേശു പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞ കാര്യങ്ങളും ഈ ശിഷ്യന്മാർ വിശ്വസിക്കുകയും ചെയ്തു. 23-ാമത്തെ വാക്യം, പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. ഇതൊരു യഥാർത്ഥ വിശ്വാസമായിട്ടല്ല പറയുന്നത്. യേശുവിൻ്റെ പ്രവൃത്തികളിൽ ഉള്ള വിശ്വാസമായിട്ടല്ല, യേശു പഠിപ്പിച്ച കാര്യങ്ങളിലുള്ള വിശ്വാസമായിട്ടല്ല. യേശു ചെയ്ത അന്നാ ദിവസം പർട്ടിക്കുലർ ദിവസം ചെയ്ത കാര്യങ്ങളിൽ ഫാസിനേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് മതിമറന്ന ആളുകൾ എന്ത് ചെയ്തു? യേശുവിനെ വിശ്വസിച്ചു. കുറേ ആളുകൾ യേശുവിനെ വിശ്വസിച്ചു. യഥാർത്ഥ വിശ്വാസമായിരുന്നു അത്? അല്ല. അവർ വിശ്വസിച്ചത് യേശു ചെയ്ത പ്രവൃത്തികളിൽ ഫാസിനേറ്റഡ് ആയിട്ട് യേശുവിനെ വിശ്വസിക്കുകയാണ്. മറിച്ച് യേശു യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണോ അവർ വിശ്വസിച്ചത്? അല്ല. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അവർ വിശ്വസിച്ചത്? അല്ല. അപ്പോൾ അവിടുത്തെ വിശ്വാസത്തിനൊരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ടായിരുന്നു, ഒരു പൂർണ്ണത ഉണ്ടായിരുന്നില്ല. ഓക്കെ. 24-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. യേശു എന്താ ചെയ്തത്? തൻ്റെ പ്രവർത്തികൾ കണ്ട് വിശ്വസിച്ചവരെ യേശു ഒരിക്കലും തിരിച്ചു വിശ്വസിച്ചില്ല. താൻ ആരാണെന്ന് മനസ്സിലാക്കി തന്നെ വിശ്വസിക്കുന്നവരെ മാത്രമേ യേശു തിരിച്ചു വിശ്വസിക്കുകയുള്ളൂ. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. ഇവരെല്ലാവരും എന്തുകൊണ്ടിട്ടാണ് ഇന്നിൽ വിശ്വസിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം ആർക്കുണ്ടായിരുന്നു? യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. കാരണം അവരാരും യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ടാണ്, അല്ലാതെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി വന്നതാണോ? യേശു ആരാണെന്ന് അറിഞ്ഞിട്ടാണോ അവർ വിശ്വസിക്കുന്നത്? അല്ല. അവരുടെ വിശ്വാസം വെറും അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും വേണ്ടി മാത്രമായിരുന്നുവെന്ന് യേശുവിന് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അത്തരക്കാരെയൊന്നും യേശു തിരിച്ച് വിശ്വസിച്ചിരുന്നില്ല. 25-ാമത്തെ വാക്യം എന്താ പറയുന്നത്? മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. തന്നെക്കുറിച്ച് ഒരാളുടെ സാക്ഷ്യം യേശുവിന് വേണ്ടായിരുന്നു. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവന് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. വിശ്വാസം ഉണ്ട്, പക്ഷെ അത് എന്തിൻ്റെ പുറത്തുള്ള വിശ്വാസമാണ്? യേശു ചെയ്ത പ്രവൃത്തികളുടെ പുറത്തുള്ള വിശ്വാസമാണ്. എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്തുള്ള വിശ്വാസമാണ്. ജെനുവിനായിട്ടുള്ള വിശ്വാസമാണോ? അല്ല. യേശു ആരാണെന്ന് അറിഞ്ഞിട്ടുള്ള വിശ്വാസമാണോ? അതുമല്ല. അത് മാത്രമല്ല, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. കാരണം ഒരു മനുഷ്യൻ്റെ ഉള്ള് ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്നത് ആർക്കാണ്?
യേശുവിനാണ്. യേശുവിനത് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. അവൻ്റെ ഉള്ളിൽ വിശ്വാസമില്ല എന്നും എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം അവൻ പുറമേ വിശ്വാസം നടിക്കുന്നതാണെന്നും യേശുവിന് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. കപട വിശ്വാസികളെ യേശുവിന് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. ഉള്ളു പരിശോധിച്ച് അറിയുന്നവനായിരുന്നു യേശു എന്നുള്ളത്. അപ്പോൾ യേശു പറയാണ്, എനിക്ക് ഇവരുടെ ആരുടെ സാക്ഷി ആവശ്യമുണ്ടായില്ല, മനുഷ്യന് ആരുടെ സാക്ഷി ആവശ്യമില്ല, കാരണം അവരുടെയൊക്കെ ഉള്ളെനിക്ക് വ്യക്തമാണ്, അവരെന്താണെന്നെല്ലാം എനിക്ക് വ്യക്തമായി അറിയാം എന്നാണ് ഈ വചനത്തിൻ്റെ അവസാന ഭാഗം, ഈ ഒരു കംപ്ലീറ്റ് അധ്യായത്തിൻ്റെ അവസാന ഭാഗമായിട്ട് 25-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സുവിശേഷകൻ എഴുതുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.